ഹലോ നമസ്കാരം. നമസ്കാരം. ഞാൻ സുരേഷ്. എന്ത് ചെയ്യുന്നു? അല്ല വെറുതെ ഇവിടെ വരെ വന്നാ. അതെ, ഞാനൊരു പെൺകുട്ടിയായിട്ട് മുടിഞ്ഞ പ്രേമത്തിലാ. അതിപ്പോ നമ്മളോട് എന്തിനാ പറയുന്നേ ഏട്ടാ? അല്ല ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കേ, ഇവിടെ അതെന്തിനാ പറയുന്നേ? അല്ല പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്? അല്ല അവള് വിളിക്കട്ടെ. മോളു മോളു വാ, വരുമ്പോ സ്ലോ മോഷനിൽ വരണേ. വാ. അതെ, നിങ്ങൾ എന്തിനാ ഈ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് നിന്ന് കരയുന്നേ? അല്ല ഈ പരിപാടിക്ക് എല്ലാരും കരയാറുണ്ടല്ലോ, അതുപോലെ കരഞ്ഞതാ. ഇവിടെ ആരും കരയാറില്ല. ഇതാണോ നിങ്ങൾ പറഞ്ഞ മുടിഞ്ഞ പെണ്ണ്? ആ ഇത് അണ്ണാ, അണ്ണ എന്നെ മുടിഞ്ഞ പെണ്ണെന്ന് പറഞ്ഞു അണ്ണാ. അങ്ങനെ അണ്ണ അങ്ങനെ പറഞ്ഞു അണ്ണാ. അയ്യോ അണ്ണ അങ്ങനെ പറയുമോ? പറയുമോ? അയ്യോ എടി മൈന. എന്താ വിളിച്ചേ? ഇവളുടെ പേര് മൈനാന്നാ. ഞാൻ മൈനാന്നാ വിളിച്ചത്. അതെ, മുടിഞ്ഞ പെണ്ണെന്നല്ല പറഞ്ഞേ, മുടിഞ്ഞ പ്രേമാന്നാ പറഞ്ഞേ. ആണോ? എന്നാലും അണ്ണ അതിന്റെ ഇടയ്ക്ക് മുടിഞ്ഞെന്ന് കേൾക്കുമ്പോ എന്തോ എന്നെ പ്രാകുന്ന പോലെ എനിക്കങ്ങ് തോന്നുന്നു അണ്ണ. അത് പറയല്ല അണ്ണ. നീ പറയത്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുടിഞ്ഞാന്നുള്ള എന്റെ വായിന്റെ തുമ്പത്തങ്ങ് വന്ന് കേറുകയും സത്യമായിട്ട് നീ പറയത്തില്ല. പറയത്തില്ല. അതെ, ആക്ച്വലി നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ചേച്ചി കേൾക്കണം കേട്ടോ. ചേച്ചി ഈ വക്കീൽ സാറും കൂടെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരണേ. ഞങ്ങളാണെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എതിർത്തിട്ടും അങ്ങ് പ്രേമിച്ച് പോന്നോരാ. ഞങ്ങള് രജിസ്റ്റർ മാരേജ് കഴിക്കാൻ വേണ്ടി വന്നതാ. നീ ശ്രദ്ധിച്ചോ? കഥയിലെ ജീവിതത്തിലെ മധുവാല ചേച്ചിയല്ലേ? ഇതുപോലെ ചേച്ചി അല്ലേ? ടി വി കാണുമ്പോ എന്തോരം പ്രായമല്ലേ? അത് തന്നെയല്ല, നേരിട്ട് കണ്ട പ്രായം ഇല്ലേ? അതല്ലേ അതിനകത്ത് സാരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നേ. എന്നാ കൊച്ചു ഉടുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുന്നുണ്ടോ? അതെന്താന്നറിയോ അണ്ണാ? ക്യാമറ ടെക്നിക്കാ. ആണോ? ഈ വക്കീലിനെ കണ്ടോ? വക്കീലിനെ കണ്ടോ? തലക്കെട്ടക്കടി മുക്രീട് കൂട്ടും. അതെ, എന്താ സംഭവം? അല്ല ഇത് ഈ കഥയല്ല ജീവിതത്തിന്റെ ഒരു സ്ഥലമല്ലേ ഇത്? അല്ല ഏട്ടാ, ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ സ്റ്റേജ് ആണ്. ഇത് അമൃത TV ആണോ? അതെ. എന്നാ പിന്നെ ഇത് കഥയല്ല ജീവിതമാ. അതെ. ഇതേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതല്ല. ഇവരാരെങ്കിലും ഒന്ന് പുറത്ത് ആരെയും വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ വെറും ഇവിടെ നിയമസഹായത്തിന് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ധനസഹായത്തിനൊന്നും കയറി വന്നവരല്ല കേട്ടോ. ആൾക്കാരെ വിളിച്ചു പറയുന്നത് ഞങ്ങളെ പറഞ്ഞു വിടാനേ. ഇവിടെ ആരും ഇല്ല ഇവരൊന്ന് പിടിച്ചു മാറ്റാനായിട്ട്. നിരപരാധിത്വം കാണിക്കണേ. സുരേഷ് സുമേഷ് ഉമ്മ ഉമ്മ ഉമ്മ. ചുണ്ട് തെറിച്ചു പോയ അത് ശരി. എടി അവൻ ഉമ്മ വെക്കാൻ പറ്റുമ്പോ നീ എന്തിനാ കവളം കൊണ്ട് അങ്ങനെ? അണ്ണ എന്ത് വർത്താനാ അണ്ണ പറയുന്നത്? ഞാൻ അങ്ങോട്ട് ചെന്നില്ലാന്നെങ്കിൽ ആ അണ്ണൻ എന്തോരോ ഫീൽ ചെയ്തേനെ. ആ അണ്ണന്റെ ഭാഗത്ത് നിന്ന് അണ്ണ ഒന്ന് ചിന്തിച്ചു നോക്കണ്ണ. ആ കൊച്ചിന് വിവരമുണ്ട്. സോറി നിന്റെ ഭാഗത്ത് തെറ്റല്ലേ? എന്റെ ആട്ടടാ, എന്നെ സംഭവം ഇവിടെ നീ ഇത് മനസ്സിലായോ? ആരാ? ആരാ? എന്റെ ചങ്ക. അപ്പൊ പിന്നെ ഇത്രയും നാള് നിങ്ങളുടെ ചങ്ക ഞാനാന്ന് പറഞ്ഞില്ലേ? വേറൊരാളെ കണ്ടപ്പോ ഇവളോട് എന്ത് പറഞ്ഞാലും ചങ്കെന്ന് പറഞ്ഞാൽ ഞങ്ങള് കൂട്ടുകാരാണ്. ഞങ്ങൾ ഒന്നിച്ച് 4ാം ക്ലാസ് വരെ പഠിച്ചാ. അത് കഴിഞ്ഞിട്ട് അണ്ണ എന്ത് ചെയ്ത്? അത് കഴിഞ്ഞ് പുള്ളി അവിടെ നിന്ന് ഞാൻ പഠിച്ചു കയറി പോയി വലിയ നിലയിലെത്തി ഇങ്ങനെ ഇവിടെ. നീ എന്താ ഇവിടെ? ഞാൻ നമ്മുടെ കോസ്റ്റ്യൂമറാ ഇവിടത്തെ ഞങ്ങളുടെ. ഉമ്മറാണോ? ഉമ്മറല്ല, ഇതൊക്കെ ഇല്ലേ, ഡ്രസ്സൊക്കെ ഇല്ലേ, ഇതെല്ലാം പുള്ളിയാ. ഡ്രസ് എല്ലാം പുള്ളിയാന്നു? അല്ല, ഈ ഡ്രസ്സൊക്കെ എല്ലാം നമുക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്ത് തരുന്ന പുള്ളിയാ. ഈ പുള്ളിയൊക്കെ അങ്ങനെ മുഴുവൻ കാലത്തേക്ക് വരുവുള്ളൂ. ഞാൻ ആ ഉടുപ്പൊക്കെ ഇടിച്ച് വിടണേ. ഇത് ഫ്രണ്ട്സ് അല്ലേ? നടക്കട്ടെ. വർഷങ്ങള് കണ്ടിട്ട് ഒരുപാട് നാളായി. ശരി. എന്നാ ശരി. ഫ്ലോറ് തെറ്റി കേറിപ്പോയതാട്ടോ, ക്ഷമിച്ചേക്കണേ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നല്ല മുടി. നീ എന്നെ ഇവിടെ ഇതാരാത്? നിനക്കറിയാലോ? എനിക്കറിയാമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും ഇതാരാന്ന്. അതല്ലെന്ന്. എടാ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്ന പെണ്ണാണ്. നീ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പെണ്ണാണിത്? ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ.
ഓ പഠിക്കണ സമയത്ത് നോട്ട് ബുക്ക് പോലും തുറക്കാത്ത നീ എങ്ങനെയാ ഫേസ്ബുക്ക് ഒക്കെ തുറന്നേ? വെച്ചക്കാരുടെ കയ്യിൽ വരികയില്ലടാ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പെണ്ണ ഞങ്ങളുടെ കല്യാണം ഇന്ന് നടത്തും. അല്ല ഞാനൊന്ന് ആലോചിക്കും, നിന്റെ ഈ മുഖം കണ്ടിട്ട് അവൾ ഫേസ്ബുക്കിൽ നിന്നെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? ഞാൻ ട്രിക്ക് പണി ചെയ്തില്ലടാ. ഞാൻ പ്രൊഫൈൽ പിക്ചർ അങ്ങ് മാറ്റി ഷാറൂഖ് ഖാന്റെ അങ്ങ് ഇട്ടു. അത് ശരി. ഷാറൂഖ് ഖാന്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ട വഴിയാ ഇവക്ക് ഹിന്ദി കാണന്മാരൊന്നും അറിയത്തില്ല. ചാറ്റിങ് വന്നു, ഹോയ് ഹോയ് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രേമായി. പ്രേമ അങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ദിവസം പറഞ്ഞു ഒന്ന് കാണണം. പിടിവിട്ടു പോയില്ല, എങ്ങനെ കാണും? ഞാൻ പല പണികൾ നോക്കി കാണാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇവള് പറഞ്ഞ് കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ദിവസം പാർക്കിൽ വെച്ച് കണ്ടു. എന്റെ മോഹം കണ്ടത് ഇവള് ബോധം കിട്ടങ്ങ് വീണു. 10 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ ഭയങ്കര കരച്ചില്. ഈ ചേട്ടനല്ല ആ ചേട്ടൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ചേട്ടൻ തന്നെയാണ്, ആ ഷാറൂഖ് ഖാൻ തന്നെയാണ് ഞാൻ. നീ വിശ്വസിച്ചവള്? ഞാൻ പറഞ്ഞു 1 മാസം മുമ്പാണ് എനിക്ക് മങ്കിപ്പനി പിടിച്ചു. നീ പനിന്ന് പറഞ്ഞാ ഞാൻ മങ്കിയായിട്ട് അവളെ എടുത്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് കാര്യം പിടികിട്ടി. അത് മാത്രമല്ല നമ്മളെ സെറ്റപ്പുള്ള ആളല്ലടാ, വീട്ടിലൊക്കെ സാമ്പത്തികമായിട്ട് വല്ല ഭദ്രതയുള്ള ആളല്ലേ. പൈസയുടെ കാര്യങ്ങളൊക്കെ കേട്ട ഇവിടെ എന്റെ പുറകെ കൂടി. വീട് സെറ്റപ്പ് കണ്ടപ്പോ നിന്നെ ഇഷ്ടപ്പെട്ടു. അത് ശരി, അങ്ങനെ സംഭവിച്ചതല്ലേ? അങ്ങനെ സംഭവിച്ചാ. എന്നാൽ നീ ഭയങ്കര വില്ലനാട്ടോ നീ. ഇതെങ്ങനെയാണ് നിന്നെ വിളിച്ചിറങ്ങിക്കൊണ്ടേ? അതൊരു കഥയാ. ഗതയോ? അല്ല മൈനെ പറഞ്ഞു എന്താ എങ്ങനെയാ നീ ഇറങ്ങി വന്നേന്ന്? അതാ അണ്ണാ, ഞങ്ങളുടെ വീട് 2 നില വീടാ അണ്ണാ. മേളത്തെ നിലയിൽ ഇങ്ങനെ സാരി താഴോട്ടിട്ടിട്ട് അതേ പിടിച്ചാ ഞാൻ ഇറങ്ങി വന്നത്. ദൈവമേ, സാരി തൂങ്ങി പിടിച്ചോ? അപ്പൊ മേളത്തെ നിലയിൽ കെട്ടങ്ങനെ അഴിഞ്ഞു പോന്നായിരുന്നെങ്കിൽ? കെട്ടഴിഞ്ഞു പോത്തില്ല, എന്റെ അച്ഛനും അമ്മയോട് മുറുക്കി പിടിച്ചേക്കുമല്ലായിരുന്നു. അടെ നിങ്ങൾ വന്നിട്ട് കുറെ നേരം എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചില്ല. രാവിലെ ഒരു ഓട്ടോറിക്ഷ കയറി ഇവിടെ കൊണ്ട് കറങ്ങണതാ. ലാസ്റ്റ് ഇവിടെ വന്നെ കണ്ണും തല റെക്കോർഡ് ചെയ്ത് ഉള്ളിലിട്ടേക്കുവാണോ? വിശന്ന് കഴിഞ്ഞാൽ പ്രാന്താവും. ഇവർക്ക് വിശന്ന് ഇല്ലേലും പ്രാന്താന്നാ എനിക്ക് തോന്നുന്നത്. അതൊരു കാര്യം ചെയ്യും, ഭാഗത്തെന്തെങ്കിലും ഉണ്ടോ നോക്കാം. ലഞ്ച് ടൈം കഴിഞ്ഞു. ആണോ? അണ്ണൻ വിചാരിച്ച സമയത്തിന് ആഹാരം കിട്ടുമോ? ഇവിടെ ഞാൻ വിചാരിച്ചാൽ സമയത്തിന് ആഹാരം കിട്ടും. എന്നാ പിന്നെ നമുക്ക് ഇവിടെ കയറി കൂടിയാലോ? അല്ല നമുക്ക് ഇവിടെ നോക്കാം. ഇതൊക്കെ നിന്റെയാണടാ. ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് എല്ലാവർക്കും ചുമ്മാ കൊടുക്കൂലേ? കറിയൊന്നും കാണില്ല, നമുക്ക് ചട്ടിയിലിളക്കിയാണെങ്കിലും കഴിക്കാൻ പോരെ. അത് സാരമില്ല. ചെന്നിട്ട് വരാം.